ഞാൻ തുടക്കം പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ 7 കണ്ടസ്റ്റൻസും ഓരോ റൗണ്ട് വീതം പെർഫോം ചെയ്ത് കഴിഞ്ഞു. ഇപ്പോൾ ഫാത്തിമയുടെ പെർഫോമൻസും കഴിഞ്ഞു. ഇനി അടുത്തതായി ഇന്നത്തെ എപ്പിസോഡിൽ അടുത്തതായി പെർഫോം ചെയ്യാൻ വേണ്ടി നമുക്ക് വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം അജ്മൽ. ഹായ് അജ്മൽ. ഹായ് അജ്മൽ, ഖവാലി സോങ് റൗണ്ട് ആണ് അല്ലേ? ഇത് സെമി ഫൈനൽ സ്റ്റേജിലെ സെക്കൻഡ് ലാസ്റ്റ് പെർഫോമൻസ് അല്ലേ? അപ്പം ഏത് സോങ്ങാണ് സെലക്ട് ചെയ്തിട്ടില്ലേ? ഓക്കെ, അപ്പം കോറസും എല്ലാം കൂടെ ചേർന്നൊരു നല്ലൊരു വിഷ്വൽ ട്രീറ്റ് ആൻഡ് കേൾക്കാൻ നല്ല ഇമ്പമുള്ളൊരു പാട്ട് തന്നെ തരാൻ പറ്റട്ടെ. പാടുന്നതിന് മുന്നേ സർ അജ്മൽ സർ, ഖവാലിയെ പറ്റിയിട്ട് എന്താ പറയുക മോനോ? അല്ല, ഹിന്ദുസ്ഥാനി ബേസ്ഡ് ആണ്. അതൊക്കെ ശരി. എന്താണ് ഇതിൻ്റെ അത് പ്രതിപാദിക്കുന്ന വിഷയം? ആരാധന, ദൈവത്തിനോടുള്ള മതിമറന്നുള്ള ഒരു മതിമറന്നുള്ള പാട്ടോ? അതായത് ഖവാലി എന്ന് വെച്ചാൽ വളരെ മുന്നേ ദൈവത്തിന് വേണ്ടിയിട്ട് പാടുള്ള പാട്ടായിരുന്നു. അതിനുശേഷം പല വിഷയങ്ങളും മിക്സ് ചെയ്ത് പ്രതിപാദിക്കാൻ തുടങ്ങി. അമീർ ഖുസ്രു ആയിരുന്നു ഇതിൻ്റെ പ്രവാചകനായിട്ടുണ്ടായിരുന്നത്. വലിയ മ്യൂസീഷ്യനായിരുന്നു അമീർ ഖുസ്രു. ആണ് തബലയൊക്കെ ഇൻവെൻറ്റ് ചെയ്തിട്ടുള്ള അദ്ദേഹമാണ് ആ കാലത്ത്. അതിനുശേഷം പിന്നെ എല്ലാ കാര്യങ്ങളും നമ്മുടെ മൂല്യങ്ങൾക്കനുസരിച്ച് നമ്മുടെ വിഷയങ്ങൾ, ജനകീയമായ വിഷയങ്ങൾ പ്രതിപാദിക്കാൻ തുടങ്ങി. അങ്ങനെയുള്ള പല കാര്യങ്ങളും ഇതിൻ്റെ അകത്ത് പ്രതിപാദിക്കുന്നുണ്ട്. പക്ഷേ തുടങ്ങിയിട്ടുള്ളത്, എല്ലാ മ്യൂസിക്കും തുടങ്ങിയിട്ടുള്ളത് ദൈവത്തിന് നമ്മൾ അർപ്പിക്കുന്ന ഒരു പ്രസാദമായിട്ടാണ് നമ്മുടെ സംഗീതം ഉള്ളത്. വേൾഡിലെല്ലാം അങ്ങനെ തന്നെ ഉണ്ടായിട്ടുള്ളത്. ഇതൊക്കെ ഓരോ കൾച്ചറിൻ്റെ ഭാഗമായിട്ട് നമ്മളിൽ വന്നിട്ടുള്ള സംഗീതമാണ്. നമ്മൾ ഈ മത്സരത്തിൽ 14-ാം രാവിലെ ഖവാലിയുടെ ആ പോർഷൻ കൃത്യമായിട്ട് മലയാളം തന്നെ പഴയ പാട്ടുകൾ എടുത്ത് പാടുന്നതിൽ വലിയ സന്തോഷമുണ്ട്. അത് നല്ല രീതിയിൽ തന്നെയാണ്, അതിൻ്റെ കറക്റ്റായ രീതിയിൽ തന്നെയാണ് പ്രസൻറ്റ് ചെയ്യുന്നതും കേൾക്കുന്നതും. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സർ. താങ്ക് യു സർ. അജ്മൽ അപ്പം നന്നായിട്ട് പാടിക്കോളൂ. ഓൾ ദി ബെസ്റ്റ്. ആദർപ്പയാസീൻ ഹബീബരേ, ഇരുവരവതിൽ അനുഗ്രഹത്തേന്മാരി ചൊരിഞ്ഞുലകാകയിൽ ആലം പുകൾക്കും ആ താരവജിഹിനെ മദീനാപുരിയും ലോകരും വരവേൽക്കയാ. അതിശയമലരായി ത്വാഹമുത്ത് പിറന്നു. ഭൂതലത്തിലതാകെ പരിമളം തെന്നലന്നു നിറഞ്ഞു. ഭൂമി മക്കത്തതിശയമലരായി ത്വാഹമുത്ത് പിറന്നു. ഭൂതലത്തിലതാകെ പരിമളം തെന്നലന്നു നിറഞ്ഞു. തമസ് പൂത്ത ജാഹിലിയത്തിൻ കൊടുങ്കാട് കരിഞ്ഞു. താളമറ്റ ചുരുക്കിൻ കൂടാരങ്ങളാകെ തകർന്നു. ഭൂമി മക്കത്തതിശയമലരായി ത്വാഹമുത്ത് പിറന്നു. ഭൂതലത്തിലതാകെ പരിമളം
കൂട്ടർ കാകെയും നേർവഴി തെളിക്കാൻ സംസ്കാരം വിട്ടകന്ന കൂട്ടർ കാകെയും നേർവഴി തെളിക്കാൻ ഹക്കിന്നാഥൻ മണ്ണിലന്നയച്ചൊരു ആത്തിമുന്നബിയിൽ വന്നുദിച്ച് ദിക്കെങ്ങും ശാന്തിയാൽ നിറച്ച് ദീനിൻ സൗരഭ്യവും തെളിച്ച് ദിക്കെങ്ങും ശാന്തിയാൽ നിറച്ച് ദീനിൻ സൗരഭ്യവും തെളിച്ച് തെളിവുറ്റ കറയറ്റ ഗുണമൊത്ത പതിരൊത്ത ഇസത്തിന്റെ ഇസ്ലാമി സമൂഹത്തെ ഉയർത്തിടുന്നു ഭൂമി മക്കൾ അതിശയമലരായി ത്വാഹമുത്ത് പിറന്നു ഭൂതലത്തിലതാകെ പരിമളം തെന്നലന്നു നിറഞ്ഞു വാളോങ്ങി വന്ന കൂട്ടരന്ന് തോളോട് തോള് ചേർന്നു നിന്ന് വാളോങ്ങി വന്ന കൂട്ടരന്ന് തോളോട് തോള് ചേർന്നു നിന്ന് നാളൊന്ന് ലോകമിൽ പുലർന്നു നാഥന്റെ ദൂതർ മുന്നിൽ വന്നു നേരിൻ പാതയെ ചൂണ്ടി മുത്ത് നേതാവായി നിന്നു പാരിടത്തിൽ നേരിൻ പാതയെ ചൂണ്ടി മുത്ത് നേതാവായി നിന്നു പാരിടത്തിൽ നീലകെട്ട് ഗതിയറ്റ് വഴിമുട്ടി മനം ചത്ത നിരവധി അപരനാദം തുടർന്നിടുന്നു ഭൂമി മക്കൾ അതിശയമലരായി ത്വാഹമുത്ത് പിറന്നു ഭൂതലത്തിലതാകെ പരിമളം തെന്നലന്നു നിറഞ്ഞു ഭൂമി മക്കൾ അതിശയമലരായി ത്വാഹമുത്ത് പിറന്നു ഭൂതലത്തിലതാകെ പരിമളം തെന്നലന്നു നിറഞ്ഞു തമസ് പൂത്ത ജാഹിലിയത്തിൻ കൊടും കാട് കരിഞ്ഞു താളമറ്റ ശിർക്കിൻ കൂടാരങ്ങളാകെ തകർന്നു ഭൂമി മക്കൾ അതിശയമലരായി ത്വാഹമുത്ത് പിറന്നു ഭൂതലത്തിലതാകെ പരിമളം തെന്നലന്നു നിറഞ്ഞു സ്വലാത്തുല്ലാ സലാമുല്ലാ അലാ ത്വാഹ റസൂലില്ലാ യാസീൻ ഹബീബരേ ഇരുവരവതിൽ അനുഗ്രഹത്തേൻ മാറി ചൊരിഞ്ഞുലകാകയിൽ ആനം പുകൾക്കും ആ താരവജിനെ മദീനാപുരിയും സലാമുല്ലാ അലാ യാസീൻ ഹബീബില്ലാ. Thank you. അജ്മൽ ഖവാലി സോങ് റൗണ്ടിലെ പെർഫോമൻസ് ഭയങ്കര ആവേശത്തോടെയാണ് അജ്മൽ ഇന്ന് പാടിയെന്ന് എനിക്ക് തോന്നി. ആണോ? അജ്മൽ അങ്ങനെ ഇരിക്കുമ്പോൾ കംഫർട്ടബിൾ ആണോ? എല്ലാവരും ഇപ്പം വന്ന് ഞാൻ കണ്ടതൊക്കെ ചമ്രം പടഞ്ഞിരുന്ന് അങ്ങനെ അജ്മൽ അങ്ങനെ പാടാൻ കംഫർട്ടബിൾ ആയിരുന്നോ? അങ്ങനെ ഇരുന്നിട്ട് ശീലമുണ്ടോ അങ്ങനെ പാടിയിട്ട്? ഖവാലി പാടാറുണ്ട്. ഓക്കെ, ഇനി നമുക്ക് കമൻസിലേക്ക് പോവാം. സർ നല്ല എനർജറ്റിക് ആയിരുന്നു.
ഇടയ്ക്ക് പിച്ചിങ്ങിൻ്റെ ചെറിയ സ്വരസ്ഥാനങ്ങളുടെ ചെറിയ പ്രശ്നങ്ങൾ മാത്രമേ ഉണ്ടായിരുന്ന മുന്നേ പാടിയതിൽ. ബാക്കിയെല്ലാം ഫീലിങ്സും എനർജി ഉണ്ടായിരുന്നു. അത് എന്തുകൊണ്ടാണെന്ന് പറഞ്ഞാൽ ഓവർ എക്സൈറ്റഡ് ആകുന്നൊന്നും സംശയം. അതുകൊണ്ടാണ് പിച്ചിങ്ങിൽ ശ്രദ്ധിക്കാതെ പോകുന്നത്. അല്ലെങ്കിൽ നന്നായിട്ട് പ്രാക്ടീസ് ചെയ്ത് കൊടുക്കണം. ഇത് പീലു രാഗത്തിലാണ് വരുന്നത്. അപ്പോൾ സ്വരസ്ഥാനങ്ങൾ ഫീലും പടുതി ഒക്കെ മിക്സ്ഡാണ് ഈ കോമ്പസിഷൻ. നന്നായിട്ട് പാടാൻ പറ്റും മോന. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സാർ. താങ്ക് യു സർ. ഷാൻ സർ? എനിക്ക് തോന്നിയത് ഇത്രയും എനർജി ഇതിന് വേണമായിരുന്നോ എന്നെനിക്കൊരു സംശയമുണ്ട്. ഞാൻ വിചാരിച്ചു ആദ്യം ഇരുന്നു, പിന്നെ മുട്ടുന്ന് എഴുന്നേറ്റു, പിന്നെ ഞാൻ വിചാരിച്ച് എഴുന്നേറ്റ് നിൽക്കും, പിന്നെ ജിബിൻ്റെ മുകളിൽ പിടിച്ച് കയറി അങ്ങ് പറന്നു പോകും എന്ന് വെച്ചാൽ. അജ്മൽ, പെർഫോമൻസ് കുറച്ചുകൂടി ഒന്ന് കണ്ടെയ്ൻ ചെയ്യണം. നമ്മൾ ഒരു വര വരച്ചിട്ട് അതിൻ്റെ ഉള്ളിൽ നമ്മൾ കണ്ടെയ്ൻ ചെയ്യാൻ നോക്കണം. അതുപോലെ ഒരു കൺട്രോൾ വേണം. നമ്മളെ തന്നെ നമുക്കൊന്ന് കൺട്രോൾ ചെയ്യണം. ഇത് അജ്മൽ ഇന്ന് ഭയങ്കര ഔട്ട് ഓഫ് കൺട്രോൾ ആയിട്ടാണ് പാടിയത്. അത് നല്ലതാ. പാട്ട് നമുക്കിതൊക്കെ മനസ്സിലാവും. പാട്ടിൻ്റെ പാഷൻ, അതിൻ്റെ കൂടെ വരുന്ന ചോരത്തളപ്പ്, ഇതൊക്കെ മനസ്സിലാവും. പക്ഷെ നമ്മൾ അതൊക്കെ ഒന്ന് കണ്ടെയ്ൻ ചെയ്യണം. ഇനിയും നന്നാവും, അതാണ് ഞാൻ പറയുന്നത്. അപ്പം ആ ഒരു കാര്യം മാത്രം, ബാക്കിയൊക്കെ നന്നായിട്ട് തന്നെ പാടിയിട്ടുണ്ട്. താങ്ക് യു സാർ. താങ്ക് യു ഷാൻ സർ. രണത്ത? ശരിക്കും ആവേശത്തിൻ്റെ പുറത്ത് പോയതാട്ടോ പല സ്ഥലങ്ങളിലും പ്രശ്നങ്ങൾ. ഫസ്റ്റ് വിരുദ്ധം തന്നെ ഒരു ഹൈലൊരു സംഗതി വരുന്നുണ്ടല്ലോ, അതൊക്കെ ശരിക്കും അവിടെ എനിക്ക് തോന്നുന്നു ഒന്നും കൂടി ശരിക്കും അജ്മലിന് പറ്റുമായിരുന്നു. കാരണം അജ്മലിന് ശരിക്കും എന്താ പറയുക, തൊണ്ടയിൽ ആ സംഗതികളൊക്കെ വരുന്നുണ്ട്. നമ്മൾ സംഗതികൾ ഒരുപാട് പല പാട്ടിലും ഇങ്ങനെ അല്ലേ, കൂടുതൽ സംഗതികൾ ഇടുമ്പോഴാണ് ഒന്ന് കുറച്ച് ഒതുക്കിക്കൂടെ എന്ന് പറഞ്ഞിരുന്നത് അല്ലേ. ഇതെനിക്ക് തോന്നുന്നു ഭയങ്കരമായിട്ട് ആവേശമായിരുന്നു, തുടക്കം മുതലേ ഉണ്ടായിരുന്നു അത്. ആ ഓർക്കസ്ട്രയൊക്കെ നിങ്ങൾക്ക് ആ നേരത്തെ പറഞ്ഞ പോലെ ബാക്കിംഗ് തന്നില്ലേ, ഇതിൻ്റെ ഓർക്കസ്ട്രേഷൻ ചെയ്തിട്ടുള്ള ഫൈസലൊക്കെയാണ്. ആ നല്ല നന്നായിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ മൊത്തത്തിൽ തന്നെ നന്നായിരുന്നു. ഓക്കെ, താങ്ക് യു. താങ്ക് യു രണത്ത. ഫൈസൽ മാഷ്? എനിക്ക് തോന്നിയൊരു കാര്യം, ഇതിൻ്റെ ഒരു മോനെ സ്ട്രെയിൻ ചെയ്യാൻ എനിക്ക് തോന്നി. അതിന് കാരണം അതായിരിക്കണം, ഇതിൻ്റെ അക്ഷരങ്ങൾ, ഇതിൻ്റെ വാക്കുകൾ മോൻ്റെ കൺട്രോളല്ല. പ്രത്യേകിച്ച് ഒരു പ്രോസ് ടൈപ്പാണ് ഇതിൻ്റെ വരികളൊക്കെ. അപ്പോൾ സംസ്കാരത്തെ എന്താ പറയുന്നത്, അങ്ങനെ ചില വാക്കുകൾ, സംസ്കാരം വിട്ടകന്ന കൂട്ടർ. അപ്പോൾ ഒരു കവിതയിൽ അത് വരുമ്പോൾ ഉണ്ടെങ്കിൽ ചില പ്രയാസങ്ങളുണ്ട്. അപ്പോൾ അതൊരു പഴയ സ്റ്റൈൽ അങ്ങനെ ചെയ്യുന്നതായിരിക്കും, അങ്ങനെ കാര്യങ്ങൾ പറഞ്ഞ് ആളുകളെ ഫലിപ്പിക്കുന്ന ഒരു സ്റ്റൈലൊക്കെ ചിലപ്പോൾ സാർ അങ്ങനെ ഉണ്ടായിരിക്കാം. അപ്പോൾ അതുകൊണ്ട് ഒരു പ്രോസ് ടൈപ്പാണ് ഇതിൻ്റെ കൂടുതൽ കാര്യങ്ങളുള്ളത്, ഒരു കവിതയിൽ നിന്നുള്ള അപ്പുറം. അതിൻ്റെ ഒരു സ്ട്രെയിന് മോനുണ്ടായിരുന്നു എന്നെനിക്ക് തോന്നിയത്. ശരിയാണോ? അതുണ്ടായിരുന്നു, പക്ഷേ നമ്മളെ കൺട്രോളിൽ വാക്കുകൾ അക്ഷരങ്ങൾ വരുന്നില്ല എന്നൊരു തോന്നൽ അജ്മലിന് ഉണ്ടായിട്ടുണ്ട് എന്നെനിക്ക് തോന്നി. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ അത് ഈ പാട്ട് ഇങ്ങനെ തന്നെയാണ് അല്ലേ, ഇങ്ങനെ തന്നെയാണ്. അപ്പോൾ അത് എന്നെ കുറ്റം പറഞ്ഞ കാര്യമല്ല. താങ്ക് യു ഫൈസൽ മാഷെ. അജ്മൽ, കഴിഞ്ഞ പെർഫോമൻസിന് 93 അല്ലേ മാർക്സ് കിട്ടിയത്? 93. അപ്പം ഈ ഒരു പെർഫോമൻസും കൂടെ കഴിഞ്ഞാൽ നമ്മുടെ സെമി ഫൈനൽ സ്റ്റേജിൽ എല്ലാ പെർഫോമൻസും അവസാനിക്കും. എന്നിട്ട് നമുക്ക് നോക്കാം ഫൈനലിലേക്ക് പോവില്ലോ എന്ന്. അപ്പം നമുക്ക് മാർക്സ് അറിയാം. ഷാൻ സർ? ഇതിലും കൂടുതൽ കിട്ടുമായിരുന്നു. 28. താങ്ക് യു. 28 on 30. താങ്ക് യു ഷാൻ സർ. ഫൈസൽ മാഷെ? 28. താങ്ക് യു. 28 on 30. താങ്ക് യു ഫൈസൽ മാഷെ. രണത്ത? 28. 28. താങ്ക് യു രണത്ത. ഇനി ഔട്ട് ഓഫ് 10 സർ? ഈ എക്സൈറ്റ്മെൻറ്റിലൊക്കെ കുറച്ച് കുറയ്ക്കുക. നേരത്തെ ചോരത്തിളപ്പൊക്കെ ഇല്ലേ, അതൊക്കെ കുറച്ചിട്ട് പാടി കഴിഞ്ഞാൽ ഗംഭീരമാവുമായിരുന്നു. യു ആർ ടാലൻറ്റഡ്. ആ ടാലൻറ്റിന് വേണ്ടിയിട്ട് ഞാൻ 9.5. താങ്ക് യു സർ. താങ്ക് യു സർ. 9.5. ആർക്കും തന്നെ സാർ ആ മാർക്ക് കൊടുത്തിട്ടില്ല, അജ്മലിനാണ് തന്നത്. അജ്മൽ, കൺഗ്രാജുലേഷൻസ്. 93.5 ഔട്ട് ഓഫ് 100. ഒരു 0.5 കൂടുതൽ കിട്ടി. എന്തായാലും അജ്മൽ, വേറൊരു സന്തോഷ വാർത്ത ഉള്ളതെന്ന് വെച്ചാൽ ഈ ഒരു ലെവലിൽ ഏറ്റവും ഹയസ്റ്റ് മാർക്ക് കിട്ടുന്ന കണ്ടസ്റ്റൻറ്റിന് ഫൈനലിലേക്ക് പോകുമ്പോൾ പാടാൻ വേണ്ടി സാറിൻ്റെ മ്യൂസിക്കിൽ ഒരു പാട്ട് കിട്ടും. അപ്പോൾ അത് അജ്മൽ ആവാണ്ടിരിക്കാം, നമുക്കറിയില്ല. എന്തായാലും ബാക്കിയുള്ള കുട്ടികളും കൂടെ പാട്ടല്ലേ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.